ശ്രാവണി. ശാരദേച്ചി, നിങ്ങൾ അറിഞ്ഞോ? വടക്കെഴുത്തിയ തെമ്മാടിച്ചക്കൻ്റെ കല്യാണം അവിടുത്തെ കാര്യസ്ഥൻ കൃഷ്ണേട്ടൻ്റെ മോളുമായി ഉറപ്പിച്ചു. ആരെ? നമ്മുടെ വേണിമോളെയോ? ഒന്ന് പോയേ ചന്ദ്രികയെ. ആ നാട്ടിലെ പരദൂഷണപ്പെട്ടിയായി ചന്ദ്രിക പറഞ്ഞതിൽ വിശ്വാസം വരാതെ ശാരദ അവരോട് തർക്കിച്ചു. ഇത് നല്ല കഥ. ഞാനെന്തിനാ ചേച്ചിയെ കള്ളം പറയുന്നേ? എല്ലാം ഉറപ്പിച്ചു. കാവിലെ ഉത്സവത്തിന് മുമ്പ് കാണൂന്നാ അവിടുത്തെ പുറമണിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങൾ പറഞ്ഞത്. ഈ കൃഷ്ണേട്ടന് ഇതെന്തു പറ്റി? ആ തങ്കം പോലുള്ള കൊച്ചിനെ കള്ളുകുടിയും തല്ലുമായിട്ട് നടക്കുന്ന അവനെ കൊണ്ട് കെട്ടിക്കാനോ? ഇതിലും ഭേദോ കൊച്ചിനെ കല്ലുകെട്ടി കടലിൽ താഴ്ത്തുന്നതാ. എന്തു പറയാനാ? കേട്ടോ ശാരദേച്ചി, കഴിഞ്ഞ അവധിക്ക് അശോകൻ നാട്ടി വന്നപ്പോൾ ഞങ്ങൾ പോയി ആ കൊച്ചിനെ അശോകന് വേണ്ടി ചോദിച്ചതാ. അന്ന് എന്തുവായിരുന്നു കൂത്ത്! അവന് പ്രായക്കൂടുതലാണെന്നും പഠിപ്പ് കുറവാണെന്നും പറഞ്ഞ് കൃഷ്ണേട്ടൻ തിരിച്ചയച്ചു. ഇപ്പം എന്തായി? 6-7 തലമുറയ്ക്ക് ഇനിയുള്ള കാലം സുഖമായി ജീവിക്കാനുള്ള സ്വത്തിലെ ആ ചെക്കൻ്റെ പേരിൽ എല്ലാം കൂടി കണ്ട് കണ്ണു മഞ്ഞളിച്ചു. അശോകന് പ്രായക്കൂടുതലല്ലേ ചന്ദ്രികയെ? ഇപ്പം തന്നെ വയസ്സ് 10-20, 10-38 കഴിഞ്ഞില്ലേ? അവനിവിടുത്തെ കിച്ചുവിൻ്റെ പ്രായമല്ലേ? അവനിപ്പോൾ കൊച്ചുങ്ങൾ 2 ആ കൊച്ചിനാണെങ്കിൽ 20-21 ആയിട്ടുള്ളൂ. കള്ളും കഞ്ചാവുമായി നടക്കുന്ന ചെക്കന് കെട്ടിച്ചു കൊടുക്കാം. നമ്മളൊന്നും പറയുന്നില്ലേ? ആ കുട്ടിയെ എനിക്കറിയാവുന്നതല്ലേ? ഇവിടുത്തെ ഹരിയുമായി കളിച്ചു വളർന്ന കുട്ടിയല്ലേ? അതിനെന്തു പറ്റി സ്വയം ഇങ്ങനെ നശിക്കാൻ? ശാരദ ഒന്ന് നെടുവീർപ്പെട്ടു. അമ്മേ, ആ ഹരി വന്നു. ഞാൻ പോട്ടെ ചന്ദ്രികെ, പിന്നെ കാണാം. അതും പറഞ്ഞ് ശാരദ വേഗത്തിൽ വീട്ടിലേക്ക് തിരിച്ചു കയറിപ്പോയി. അമ്മ ഇതെവിടായിരുന്നു? മുൻവശത്തെ വാതിലും തുറന്നിട്ട് ആരെങ്കിലും ഇതിനകത്ത് കയറിയാൽ കൂടി അമ്മ അറിയില്ലല്ലോ. അതുമോനെ, വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ കണ്ടിരുന്നു. അമ്മയോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സ്ത്രീയുമായി അടുപ്പം കൂടരുതെന്ന്. ഹരി ഈശോയോടെ പറഞ്ഞു നിർത്തി. അതുമോനെ, ഇങ്ങോട്ട് വന്ന് വിളിച്ചതാ. ഞാൻ പിന്നെ എന്തു ചെയ്യാനാ? ശാരദ നിസ്സഹായതയോടെ ഹരിയോട് പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളി. ഇന്നെന്താ പുതിയ വാർത്ത? ഹരി അമ്മയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. ഓ അതോ, നിന്റെ കൂട്ടുകാരൻ്റെ കല്യാണക്കാര്യം തന്നെ. അവൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മ ആരുടെ കാര്യമാണ് പറയുന്നേ? മഹിയുടെ ആണോ? അതെ, കണ്ടോ, അവനും കല്യാണത്തിന് സമ്മതിച്ചു. നീ മാത്രം ഇങ്ങനെ നിന്നു. വയസ്സ് 27, അടുത്ത മാസം തികയും. ആ ഗോവിന്ദൻ 2-3 ആലോചന കൊണ്ടുവന്നതാ. നീയല്ലേ അയാളെ വിരട്ടി വിട്ടത്? ഹരിയെ നോക്കി പരിഭവത്തോടെ ശാരദ പറഞ്ഞു. എൻ്റെ കല്യാണക്കാരി ഇവിടെ നിൽക്കട്ടെ. അമ്മയോട് ആരാ പറഞ്ഞേ മഹിയുടെ കല്യാണം ഉറപ്പിച്ചു എന്ന്? ആ പരദൂഷണപ്പെട്ടിയാണോ? എങ്കിലത് കല്ല് വെച്ച നുണയാകും. ഹരി അതിശയത്തോടെ പറഞ്ഞു. ഇതങ്ങനെ അല്ലെന്നാടാ തോന്നേ. ആദ്യം ഞാനും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അവൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വേണിമോളെ. ശാരദ ഒന്ന് നിർത്തി. മഹിയുമായി ആലോചിക്കാൻ കൂടെ വയ്യ. ആര്? കൃഷ്ണനേട്ടൻ്റെ മോള് ശ്രാവണിയുടെ കാര്യമാണോ അമ്മ പറയുന്നത്? ഹരി മുഖത്ത് വന്ന പരിഭ്രമം മറച്ചു വെച്ച് അമ്മയോട് വീണ്ടും തിരക്കി. അതേടാ, എനിക്ക് ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് നല്ല കുട്ടിയാ! എന്തു പറയാനാ? ദൈവം ഓരോരുത്തർക്കും ഓരോരുത്തരെ വിധിച്ചിട്ടുണ്ട്. ശാരദ നിരാശയോടെ പറഞ്ഞു. എന്നിട്ട് മഹി സമ്മതിച്ചോ കല്യാണത്തിന്? കുറച്ച് മുന്നേ കൂടി അവനെ കണ്ടതാണല്ലോ. എന്നിട്ട് എന്നോട് അവനൊന്നും പറഞ്ഞില്ലല്ലോ. ഹരി വീണ്ടും സംശയത്തോടെ ചോദിച്ചു. അറിയില്ലടാ, സമ്മതിച്ച് കാണുമായിരിക്കും. ഉത്സവത്തിന് മുമ്പ് കല്യാണം കാണുമെന്നാ ചന്ദ്രിക പറഞ്ഞത്. അവിടെ പുറമണിക്ക് പോകുന്ന പെണ്ണുങ്ങൾ പറഞ്ഞതാണെന്ന്. ഹരി ഒന്നും പറയാതെ അവൻ്റെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു. എന്തോ അവൻ്റെ ഹൃദയം വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ താനും കൂട്ടുകാരും ഇരിക്കുമ്പോൾ കുളിച്ച് ധാവണിയും ചുറ്റി കണ്ണിലെ കൺമഷിയും നെറ്റിയിലെ കറുത്ത കുഞ്ഞിപ്പൊട്ടും അതല്ലാതെ മറ്റൊരു ചമയങ്ങളുമില്ലാതെ അഴിച്ചിട്ട മുടിയിൽ തുളസിക്കതിർ നുള്ളിവെച്ച് തൊഴാൻ പോകുന്ന പെണ്ണ്. എന്നോ അവൾ തൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടി. ഇല്ല, അവൾ ഇന്നു മുതൽ എൻ്റെ പെങ്ങളാണ്, എൻ്റെ മഹിയുടെ പെണ്ണാണ്. അവളെക്കുറിച്ച് തെറ്റായ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ വന്നുകൂടാ. അതിവേഗം മിടിക്കുന്ന ഹൃദയത്തെ അവൻ കടിഞ്ഞാണിടാൻ ശ്രമിച്ചു. ഈ ബന്ധം വേണോ മോളെ നിനക്ക്? 2-3 വർഷത്തിന് മുമ്പ് ഈ ബന്ധം വന്നിരുന്നെങ്കിൽ അച്ഛന് സന്തോഷമുള്ളായിരുന്നു. ഇതിപ്പോൾ മഹിക്കുഞ്ഞ് പഴയ ആളൊന്നുമല്ല. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ
കള്ളും കഞ്ചാവും തല്ലുകൊള്ളിത്തരവുമായി നടക്കുന്ന തനി തെമ്മാടി. എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെയാ കുട്ടി അച്ഛൻ അവൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിക്കുന്നത്? അച്ഛന് ദേവേട്ടനെ അറിയാവുന്നതല്ലേ? ആ മനസ്സിൽ എന്തോ ഒന്ന് വല്ലാണ്ട് അലട്ടുന്നുണ്ട്. കുഞ്ഞനാൾ മുതൽ ഞാൻ മോഹിക്കുന്നതല്ലേ അച്ഛാ ദേവേട്ടനെ. ആ ഇഷ്ടം അച്ഛൻ മനസ്സിലാക്കിയപ്പോൾ കാര്യസ്ഥൻ്റെ മകൾക്ക് അവിടുത്തെ കുഞ്ഞിനെ ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിൽ നിന്നും വിലക്കിയതും അച്ഛനല്ലേ? അന്നു മറുത്തൊന്നും പറയാതെ മനസ്സിൽ നിന്ന് ദേവേട്ടനെ മായ്ക്കാൻ ഇന്ന് ഞാൻ പാഴ്ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന് തോന്നുന്നുണ്ടോ എന്തിൻ്റെ പേരിലായാലും ദേവേട്ടനെ വേണ്ടാന്ന് ഞാൻ പറയൂന്ന്? ഇല്ല അച്ഛാ, എനിക്ക് വേണോ എൻ്റെ ദേവേട്ടനെ. നിങ്ങളുടെ എല്ലാം പഴയ മഹിയാക്കി തിരിച്ചു തരിഞ്ഞ് നോക്കിക്കോ. മകളുടെ ഉറച്ച തീരുമാനം കണ്ട ആ വൃദ്ധൻ നിറക്കണ്ണുകളോടെ അവളുടെ നെറുകിയിൽ തലോടി. മഹി, ടൈ എഴുന്നേക്ക്. കുടിച്ച് ബോധമില്ലാതെ കടത്തണ്ണേ കിടക്കുന്ന മഹിയെ ഹരി വിളിച്ചുണർത്തി. രാത്രി ഉറക്കത്തിൽ മഹിയുടെ അമ്മയുടെ ഫോൺ കോളാണ് ഹരിയെ ഉണർത്തിയത്. മഹി വീട്ടിലെത്തിയിട്ടില്ല എന്ന് കരച്ചിലിൻ്റെ അകമ്പടിയോടെ അമ്മ പറയുന്നത് കേട്ട് ഷർട്ടുമെടുത്തിട്ട് ഇറങ്ങിയതാണ് ഹരി. ഊഹം തെറ്റിയില്ല. കുമാരനേട്ടൻ്റെ ചായക്കടയുടെ വശത്തായി കിടപ്പുണ്ട്. ഡാ മഹി, ഇതെന്ത് കിടപ്പാടാ? എഴുന്നേറ്റ് വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാൻ നിന്നെ. ഹരി മഹിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിടടാ, എൻ്റെ കയ്യിൽ നിന്ന് വിടടാ. നീ ആരാടാ എന്നെ വീട്ടിലെത്തിക്കാൻ? എന്നെയൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാത്തവരുള്ള ആ നശിച്ച വീട്ടിലേക്ക് ഞാൻ എന്തിനാടാ പോകുന്നത്? എന്നെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട. വടക്കെഴുത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നീ അറിഞ്ഞോടാ ഹരി? എൻ്റെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. അതും വീട്ടിലെ കാര്യസ്ഥൻ്റെ മകളുമായി. വിദേശത്തൊക്കെ പഠിച്ചു വന്ന വടക്കെഴുത്ത് നീലകണ്ഠൻ്റെ ചെറുമകനും VK ഗ്രൂപ്പിൻ്റെ അധിപനുമായ ശ്രീധരൻ്റെ ഏകപുത്രൻ. മഹാദേവന് വീട്ടിലെ കാര്യസ്ഥൻ്റെ മകളെ കെട്ടാം. അന്നവരെന്നെ ഒന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. കള്ള് കുടിച്ചതിൻ്റെ ആലസ്യത്തിൽ കുഴിഞ്ഞ നാവ് കൊണ്ട് അവൻ എന്തോ പറയാൻ തുടങ്ങിയതും ബോധം മറിഞ്ഞ് വീണ്ടും അവിടെ തന്നെ കിടന്നു. ഹരി ഒരു വിധത്തിൽ മഹിയെ താങ്ങി വീട്ടിലെത്തിച്ചു. വല്യേട്ടാ, നീ എഴുന്നേക്ക്, വല്ലച്ചൻ വിളിക്കുന്നുണ്ട്. വല്യേട്ടാ? മഹിയെ രാവിലെ ഇങ്ങനെ കുലുക്കി വിളിക്കുന്നത് വേറെ ആരുമല്ല, ആമിയാണ്. അഭിരാമി, മഹിയുടെ ചെറിയച്ഛൻ ശങ്കരൻ്റെ ഇളയ മകൾ. മൂത്തതും മകളാണ് അഖില. വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്താണ്. അവർക്കൊരു മകനുണ്ട്, ആദികേശവ്. എല്ലാവരുടെയും ആദിക്കുട്ടൻ. അഖിലയ്ക്ക് താഴെ ഒരു മകൻ കൂടി ഉണ്ടായിരുന്നു. ശങ്കരന് 7-8 കൊല്ലം മുമ്പ് ഒരു ആക്സിഡൻറ്റിൽ അവനെ നഷ്ടമായി അവർക്ക്. അവൻ്റെ പേരായിരുന്നു ആദികേശവ്. അഖിലയ്ക്കൊരു മകനുണ്ടായപ്പോൾ അവളുടെ നിർബന്ധമായിരുന്നു കുഞ്ഞിനവളുടെ അനുജൻ്റെ പേര് തന്നെ മതിയെന്ന്. എന്താ അമ്മീ നിനക്ക് വേണ്ടേ? എനിക്ക് ഉറങ്ങണം, നീ ഒന്ന് പോകുന്നുണ്ടോ? ഉറക്കം മുറിഞ്ഞതിൻ്റെ ഈർഷ്യതയോടെ മഹി പറഞ്ഞു. ദേ വല്യേട്ടാ, വല്യച്ചൻ വിളിക്കുന്നുണ്ട്. ആള് നല്ല ദേഷ്യത്തിലാണ്. അതും പറഞ്ഞ് ആമി മുറിവിട്ടിറങ്ങി. മഹി അടുത്ത് കിടന്ന ഫോൺ കയ്യിലെടുത്തു. അതിലെ സ്ക്രീനിലേക്ക് നോക്കി. അവൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഇറ്റ് കണ്ണീർ ഊർന്നു വീണു. വീണ്ടും ഒന്നുകൂടി സ്ക്രീനിലേക്ക് നോക്കി. വാശിയോടെ അവൻ കണ്ണുകൾ അമർത്തി തുടച്ചു. ഗോവണി ഇറങ്ങി താഴേക്ക് വരുന്ന മഹിയെ കണ്ടതും ശ്രീധരൻ അവിടെ ഇരുന്നവർക്ക് നേരെ തിരിഞ്ഞ് സംസാരിക്കാൻ ആരംഭിച്ചു. ഉത്സവത്തിന് മുമ്പേ മഹിയുടെ വിവാഹം നടത്താൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചായിരുന്നല്ലോ. ഇന്നലെ ഞാനും അച്ഛനും മനക്കിലെ ഭദ്രൻ തിരുമേനിയെ കാണാൻ പോയി. മഹിയുടെയും വേണിമോളുടെയും ജാതകം നോക്കി. ജാതകങ്ങൾ തമ്മിൽ ചേരും. 10-ൽ 9 പൊരുത്തവുമുണ്ട്. ശ്രീധരൻ പറഞ്ഞു നിർത്തിയതും മഹിയുടെ ഒഴിച്ച് എല്ലാവരുടെയും മുഖം തിളങ്ങി. പക്ഷെ ശ്രീധരൻ്റെ മുഖത്ത് അപ്പോഴും ആശങ്ക നിറഞ്ഞിരുന്നു. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? ആദ്യോടെ ശങ്കർ ശ്രീധരനോട് ചോദിച്ചു. അത് കേട്ടതും മഹി ശ്രീധരനെ ഒന്ന് നോക്കി. ഏയ്, ഒന്നുമില്ലടാ. അടുത്ത മാസമല്ലേ കാവിലെ ഉത്സവം. അത്ര വരെ പോകണ്ടെന്നാ തിരുമേനി പറയുന്നത്. അവരുടെ ജാതകപ്രകാരം നല്ലൊരു മുഹൂർത്തം ഈ വരുന്ന 12-നുണ്ടെന്നാണ് തിരുമേനി പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിയണോ അത്രേ. അയ്യോ, എന്നിട്ട് ഏട്ടൻ എന്ത് തീരുമാനിച്ചു? 12 എന്ന് പറയുമ്പോൾ ഇനി ഒരാഴ്ച തികച്ചില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നേ. ശ്രീധരനാകെ ആശയക്കുഴപ്പത്തോടെ നിന്നു. മഹിയുടെ വിവാഹം ഈ 12-ന് തന്നെ നടക്കും. അതിലൊരു മാറ്റവുമില്ല. നിശബ്ദതയെ കീറിമുറിച്ച് അവിടെ ഗൗരവമുള്ളൊരു ശബ്ദമുയർന്നു. ആ ശബ്ദത്തിനുടമ നീലകണ്ഠൻ തന്നെയായിരുന്നു, ശ്രീധരൻ്റെയും ശങ്കറിൻ്റെയും അച്ഛൻ. അതെ അച്ഛാ, ഇത്ര പെട്ടെന്ന്?
വിളിയും പറച്ചിലും ഒരുക്കവും ഒന്നും നടന്നിട്ടില്ല. 7 ദിവസം കൊണ്ട് വടക്കെഴുത്തെ കുട്ടിയുടെ വിവാഹം നമ്മൾ എങ്ങനെ നടത്താനാണ്? നടത്തണം. വിളിക്കാൻ പറ്റുന്നവരെ എല്ലാം വിളിക്കാം. താല്പര്യവും സൗകര്യവും ഉള്ളവർ വരട്ടെ. ഇതെല്ലാം കഴിഞ്ഞു കൂടിയിട്ട് നമുക്കൊരു റിസപ്ഷനും കൂടി നടത്താം. ഇപ്പോഴെന്തായാലും തിരുമേനി കുറിച്ച മുഹൂർത്തത്തിൽ കുട്ടികളുടെ താലികെട്ട് നടക്കട്ടെ. നീലകണ്ഠൻ്റെ തീരുമാനം അന്തിമമായിരുന്നു. എല്ലാവരും തലകുലുക്കി സമ്മതിച്ചു. എല്ലാവരും പിന്തിരിഞ്ഞു പോയ ശേഷം നീലകണ്ഠൻ മഹിയെ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. അധികം ശ്രദ്ധ കൊടുക്കാതെ മഹി അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. നിന്നോട് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നറിയാം. കേട്ടത് വിശ്വസിച്ച് മുന്നും പിന്നും തോന്നാതെ ഇറങ്ങിത്തിരിച്ചു. വലിയ തെറ്റ് തന്നെയാണ്, സമ്മതിച്ചു. പക്ഷെ ഒന്നും അറിയാത്ത, ഒരു തെറ്റും ചെയ്യാത്ത ആ കുട്ടി നിന്നെ മാത്രം വിശ്വസിച്ചാണ് ഇറങ്ങി വരുന്നത്. അതിനെ കണ്ണീര് കുടിപ്പിക്കരുത്. ഇതെൻ്റെ അപേക്ഷയല്ല, താക്കീതാണ്. മനസ്സിലായോ മഹിക്ക്? അവനൊന്നും മിണ്ടാതെ തൻ്റെ ദേഷ്യം മുഴുവനും മുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. കൃഷ്ണ! നീലകണ്ഠൻ്റെ ശബ്ദം വരുന്നതും കരുത്തൻ കൃഷ്ണൻ അവിടേക്ക് ഓടി വന്നു. വലിയങ്ങൊന്നു വിളിച്ചിരുന്നോ? തോളിക്കിടുന്ന തോർത്ത് കയ്യിലെടുത്ത് വിനയപൂർവ്വം കൃഷ്ണൻ ചോദിച്ചു. കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? 12-ന് ഇനി അധിക ദിവസമില്ല. വേണിമോൾ അവിടെ ഉണ്ടോ? അതോ പഠിക്കാൻ പോയോ ഇന്ന്? പഠിത്തമില്ലല്ലോ. ഇവിടെ അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അവിടുത്തെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ എന്തോ ഇന്നുകൂടിയുണ്ട്. മോൾ ഉച്ചയാകുമ്പോഴേക്കും വരും. വേണിമോളോട് കല്യാണം കഴിഞ്ഞിട്ട് ഇനി എവിടെയും പോയാൽ മതിയെന്ന് പറയുക. പിന്നെ കുട്ടിയോട് നാളെ ഇവിടം വരെ വരാൻ പറയുക. ഇവിടുന്ന് പെണ്ണുങ്ങളെല്ലാം കൂടി കല്യാണത്തിന് വസ്ത്രങ്ങളും മറ്റും വാങ്ങാൻ നാളെ പോകുന്നുണ്ട്. വേണിമോളും കൂടി വരട്ടെ. നാളെ വടക്കെഴുത്ത് വലതുകാൽ വെച്ച് കയറേണ്ട മഹാലക്ഷ്മിയല്ലേ? ഒട്ടും കുറയ്ക്കേണ്ട ഒന്നിനും. ശരി അങ്ങുന്നേ, ഞാൻ മോളോട് പറയാം. അതും പറഞ്ഞ് കൃഷ്ണൻ തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും, ഒന്നും നിന്നേ കൃഷ്ണ, ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു. വീണ്ടും നീലകണ്ഠൻ കൃഷ്ണനെ തിരികെ വിളിച്ചു. വിവാഹം കഴിഞ്ഞ് മഹിയോടൊപ്പം ഇവിടുത്തെ നിലവറയിലെ വിളക്ക് കൊളുത്തേണ്ടത് വേണിമോളാണ്. കുട്ടിയോട് പ്രത്യേകം പറയണം, മത്സ്യമാംസാദികൾ ഇനിയുള്ള ദിവസങ്ങളിൽ അരുതെന്ന്. വ്രതം നിർബന്ധമാണ്. അവൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാറില്ല. ഒരു ചെറു ചിരിയോടെ കൃഷ്ണൻ പറഞ്ഞു. വേണി വീട്ടിൽ കയറി ചെന്നപ്പോൾ തന്നെ കണ്ടു ഉമ്മർത്തിരിക്കുന്ന അച്ഛനെ. അച്ഛനെ കണ്ടതും വേണിയുടെ മുഖത്തെ പുഞ്ചിരിയുടെ പ്രകാശം ഒന്നുകൂടി കൂടി. അച്ഛനിത് എപ്പോൾ വന്നു? പതിവില്ലല്ലോ ഈ നേരത്തെ ഇങ്ങോട്ട് വരുന്നത്. അതും മോളെ അവിടുന്ന് നാളെ വിവാഹത്തിന് വസ്ത്രങ്ങൾ എടുക്കാനും മറ്റും പോകുന്നുണ്ട്. മോളോട് നാളെ അവരുടെ കൂടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് വലിയങ്ങൂന്ന്. എന്തിനാച്ചാ ഇതൊക്കെ ഇപ്പം ധൃതിയിലെടുത്തു വെക്കുന്നേ? ഉത്സവത്തിന് ഇനിയുണ്ടല്ലോ 1 മാസത്തിലേറെ സമയം. വേണി കൗതുകത്തോടെ ചോദിച്ചു. കുട്ടി അറിഞ്ഞില്ലല്ലോ, വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചു. ഇനി കഷ്ടി ഒരാഴ്ചയുള്ളൂ വിവാഹത്തിന്. പിന്നെ വലിയങ്ങൂന്ന് പറഞ്ഞിട്ടുണ്ട് വ്രതം എടുക്കാൻ. ഇനി കോളേജിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പോകാം. രാവിലെയും വൈകുന്നേരം കുളിച്ചു തൊഴാൻ പോകണം. വേണി എല്ലാം മൂളിക്കേട്ടുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം കുളിച്ച് ഒരു ചെങ്കല്ല് നിറത്തിലുള്ള ചുരിദാർ എടുത്തിട്ട് വേണി വടക്കെഴുത്ത് നടന്നു. ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തുനിഞ്ഞതും വേണിയെ ആരോ തടഞ്ഞു. തുടരും.